സോ ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള 18.4 ഇത് ഇൻസ്റ്റാൾ ചെയ്ത് 7 ദിവസത്തെ യൂസേജിന് ശേഷമുള്ള എൻ്റെ എക്സ്പീരിയൻസും ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ തന്നെ പല യൂസേഴ്സിൻ്റെയും ഇൻസ്റ്റഗ്രാം യൂട്യൂബ് കമൻസിലൂടെയൊക്കെ ലഭിച്ചിട്ടുള്ള റെസ്പോൺസ്, അതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഫീഡ്ബാക്കും, അതിലൂടെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള പല ഇഷ്യൂസിനും ബഗ്ഗുകൾക്കുമുള്ള സൊല്യൂഷൻസ്, ബാറ്ററി ആൻഡ് പെർഫോമൻസ്, ഇതിനെപ്പറ്റി എല്ലാമാണ് നമ്മൾ ഈ ഒരു ഫോളോ അപ്പ് വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ ഈ ഒരു അപ്ഡേറ്റ് റിലീസ് ചെയ്ത ടൈമിൽ തന്നെ നമ്മൾ ബിഫോർ ഇൻസ്റ്റലേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൂടെ ഈ അപ്ഡേറ്റ് എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യും നമ്മുടെ ബാറ്ററിനെ ആൻഡ് പെർഫോമൻസിനെയൊക്കെ, അതിനെപ്പറ്റി എല്ലാം നമ്മളൊരു ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിൽ. ഇതുവരെ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ 7 ദിവസത്തെ എൻ്റെ ഒരു യൂസേജിൽ പെർഫോമൻസ് ആൻഡ് ബാറ്ററി, പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ അപ്ഡേറ്റുകളിൽ കുറേയധികം യൂസേഴ്സ് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു 16 Pro അല്ലെങ്കിൽ 16 സീരീസ് 15 സീരീസ് ഡിവൈസുകളുടെ ക്യാമറ ബഗ്. അത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ ലെൻസുകൾ നമുക്ക് സ്വിച്ച് ചെയ്യുന്ന ആ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ആപ്പിൾ അത് പാച്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ മോഡുകൾ, വീഡിയോ, ഫോട്ടോ, പോർട്രേറ്റ്, ഇതുപോലുള്ള ഓപ്ഷൻസിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ബ്ലാങ്ക് ആകുന്ന ഇഷ്യൂ, ക്യാമറ ഇപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ ബ്ലാങ്ക് ആകുന്ന ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ഓവറോൾ ക്യാമറ ബഗ്ഗുകളെല്ലാം തന്നെ ആപ്പിൾ സോൾവ് ചെയ്തിട്ടുണ്ട്. 2, സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഡൈനാമിക് അലൈൻഡ് ഉള്ള ഡിവൈസുകൾ സ്ക്രീൻഷോട്ടിനോടൊപ്പം തന്നെ ഈ ഡൈനാമിക് അലൈൻഡും വരുന്ന ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പാച്ച് ചെയ്തിട്ടുണ്ട്. 3, 15, 16, 13, 14 എല്ലാ സീരീസിലുള്ള ഡിവൈസുകളും ഞാൻ യൂസ് ചെയ്തപ്പം നമ്മളുടെ ഫസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുന്നതിലും ആപ്പ് ലോഡ് ആകുന്നതിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിലുള്ളൊരു വ്യത്യാസം, ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ ചെയ്തൊരു കാര്യം, അപ്ഡേറ്റ് ചെയ്തതിനോടൊപ്പം തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ മെയിൻ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഇവിടെ ആപ്പ് സ്റ്റോറിൽ ഞാൻ യൂസ് ചെയ്യുന്ന മെയിൻ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാം മെയിൻ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ അപ് ടു ഡേറ്റ് ആണ്. കാരണം 18.4 അപ്ഡേറ്റ് റിലീസ് ചെയ്തപ്പം തേർഡ് പാർട്ടി ഡെവലപ്പേഴ്സ് ഒപ്റ്റിമൈസേഷൻ അപ്ഡേറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി കുറേ യൂസേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്തൊരു കാര്യമാണ് നോട്ടിഫിക്കേഷൻ, വാട്സാപ്പ് നോട്ടിഫിക്കേഷൻ വർക്ക് ആകുന്നില്ല എന്ന് പലരും കംപ്ലയിൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. സോ അങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആപ്സ്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഓരോ അപ്ഡേറ്റ്, ഇതുപോലുള്ള മെയിൻ അപ്ഡേറ്റുകൾ വന്നു കഴിയുമ്പം നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് അപ് ടു ഡേറ്റ് ആക്കി വെക്കുക. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നമ്മുടെ വാൾപേപ്പർ സെറ്റിങ്സിൽ വാൾപേപ്പറിൻ്റെ ഓപ്ഷൻ എപ്പോഴും ദുരന്തമാണ്. അതായത് ഈ ഒരു വാൾപേപ്പർ നമ്മളൊന്ന് ലോഡാക്കാൻ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നതല്ലാതെ കാണിക്കുന്നതൊക്കെ കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷേ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം അങ്ങനത്തെ ഇഷ്യൂ എനിക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. ഏത് വാൾപേപ്പർ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ലോഡാക്കാൻ നോക്കിയാലും അത് പെട്ടെന്ന് തന്നെ ലോഡാകുന്നുണ്ട്. ഇനി ബാറ്ററി, വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ബാറ്ററി. ഇപ്പം ഈ ഒരു അപ്ഡേറ്റ് ചെയ്ത് ഇൻഡെക്സിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാം 98% അത് മാറിയിരിക്കുകയാണ്, ഡ്രോപ്പ് ചെയ്തേക്കുവാണ്, ബാറ്ററി ഡ്രോപ്പായി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു അപ്ഡേറ്റ് വന്ന് 1-2 ദിവസം എടുക്കും ഇൻഡെക്സിങ് കംപ്ലീറ്റ് ചെയ്യാൻ. ഒരു അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബാറ്ററി ചിലപ്പം ഡീഗ്രേഡ് ആകണം അല്ലെങ്കിൽ ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആകണമെന്നില്ല. എനിക്ക് കൃത്യം 2 ദിവസത്തിന് ശേഷമാണ് 100% ഉണ്ടായിരുന്ന ബാറ്ററി ഡ്രോപ്പായി 98 ആയി. അതോടൊപ്പം സൈക്കിൾ കൗണ്ടും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 208 ആണ് എൻ്റെ സൈക്കിൾ കൗണ്ട്. ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആകുന്നതിനെ പറ്റി ഞാൻ കൺസേൺഡ് അല്ല. കാരണം ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാറ്ററി ഹെൽത്ത് കുറയും. ഐഫോണിൽ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഫോണിലും ഇതേ സംഭവം തന്നെയാണ്. അതിലും ഓപ്ഷൻ ഇല്ല എന്നേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ ഹെൽത്തും കുറയുന്നുണ്ട്. ഇതിലൊരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തത്, അപ്ഡേറ്റ് കഴിഞ്ഞ് 4-5 ദിവസം വരെ ബാറ്ററി ഡ്രെയിനിങ് നല്ല രീതിയിൽ എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ റീസെറ്റ് ഓൾ സെറ്റിങ്സ് ചെയ്തു. അതായത് സെറ്റിങ്സിൽ പോവുക, ജനറൽസ് ഓപ്ഷനിൽ പോയി താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ഫർ ഓർ റീസെറ്റ് ഐഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി ഫസ്റ്റ് ഓപ്ഷനായിട്ടുള്ള റീസെറ്റ് ഓൾ സെറ്റിങ്സ്, ഈ ഒരു ഓപ്ഷനാണ് ഞാൻ ചെയ്തത്. ഇത് ഞാൻ ചെയ്തതിന് ശേഷം ഡിവൈസ് വീണ്ടും റീസെറ്റായി മാറ്റേണ്ട കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. അതെല്ലാം മാറ്റിയതിന് ശേഷം വീണ്ടും ഡിവൈസ് നല്ല രീതിയിലുള്ള ബാക്കപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മൊത്തത്തിൽ നോക്കിയാൽ 18.4 അപ്ഡേറ്റ് iOS 18 റിലീസ് ചെയ്തതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് അപ്ഡേറ്റ് ആണ്. കാരണം ബാറ്ററി നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് ആണെങ്കിൽ സ്റ്റേബിൾ ആണ്, പ്രീവിയസ് അപ്ഡേറ്റുകളേക്കാൾ ബെറ്റർ ആണ്. അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി പാച്ചസ്, എനിക്ക് തോന്നുന്നു 35-40 സെക്യൂരിറ്റി പാച്ചസ് ആണ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ തന്നെ കൊണ്ടുവന്നേക്കുന്നത്. ഇനി യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്ക്, യൂസർ ഫീഡ്ബാക്ക് കൂടുതലും എനിക്ക് ലഭിക്കുന്നത് 1 യൂട്യൂബ് കമൻസ്, 2 ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്യുക. ഈ ചോദ്യത്തിൻ്റെ താഴെ ഇതിൻ്റെ റെസ്പോൺസ് വന്നേക്കുന്നത് കാണാൻ സാധിക്കും. ധാരാളം റിപ്ലൈസ് ആണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഈ കണക്കുന്ന റെസ്പോൺസിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഫീഡ്ബാക്ക്, യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഈ വന്നിരിക്കുന്ന റെസ്പോൺസിൽ ഏറ്റവും കൂടുതൽ ഒന്നെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല, അല്ലെങ്കിൽ ബാറ്ററി നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്,
ഓവറോൾ ഡിവൈസുകളുടെ പെർഫോമൻസ് അതിപ്പം എല്ലാ ടൈപ്പിലുള്ള അല്ലെങ്കിൽ എല്ലാ മോഡൽസിലുള്ള യൂസേഴ്സിൻ്റെ നിന്നും കിട്ടുന്നത് ഇതേ സിമിലർ ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ്. അതായത് പെർഫോമൻസും ബാറ്ററിയുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ്. എന്നാൽ ഇതിൻ്റെ അർത്ഥം ഈ ഒരു അപ്ഡേറ്റ് എല്ലാ ഡിവൈസുകളും ഒരേ രീതിയിലാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മെച്ചപ്പെട്ട രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നല്ല. അതിലൊന്നാണ് ഡിസ്പ്ലേ കംപ്ലൈൻറ്റ്. ഈവൻ ദോ വാറൻറ്റി ഇല്ലാത്ത ഡിവൈസിന് പോലും അപ്ഡേറ്റ് ചെയ്തതിൻ്റെ പേരിൽ നിങ്ങളുടെ ഡിസ്പ്ലേ ഏതെങ്കിലും രീതിയിൽ ഡാമേജ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ റീപ്ലേസ്മെൻറ്റ് ആപ്പിൾ ഇപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനൊരു വലിയ എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ ലൈവ് കാണിച്ചു തരാം. ഈ ഒരു കമൻറ്റ് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചാൽ മതി. 2 വർഷം കഴിഞ്ഞ ഒരു iPhone 13 സീരീസ് ആണ്. റീസെൻറ്റ് അപ്ഡേറ്റിന് ശേഷം ഡിസ്പ്ലേക്ക് ഈ ഒരു ഇഷ്യൂ വന്നു. ഫ്രീ ആയിട്ട് ആപ്പിൾ റീപ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ആപ്പിൾ സപ്പോർട്ടിൽ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ മതി, അവർ ഫ്രീ റീപ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇത് ആക്ച്വലി ഒരു ബാച്ചിൽ ഇറങ്ങിയ യൂണിറ്റ് ഐഫോണുകൾക്കാണ് ഈ ഒരു ഫിസിക്കൽ ഇഷ്യൂ ഉള്ളത്. ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഫിസിക്കൽ ഇഷ്യൂ ട്രിഗർ ആകുന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സിലാണ് ഈ ഒരു കംപ്ലയിൻറ്റ് സ്ക്രീൻ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഇഷ്യൂ വരുന്നത്. ആക്ച്വലി സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ കോഡിനകത്തുള്ള കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമല്ല. ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വരുന്ന റീസ്റ്റാർട്ടിലോ അല്ലെങ്കിൽ യൂസേജിലോ ആണ് ഇത് ഫിസിക്കലി ട്രിഗർ ആണ്. അങ്ങനെയാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. 2 ഫേസ് ഐ ഡി സംബന്ധിച്ചുള്ള, അതായത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഫേസ് ഐ ഡി വർക്ക് ആകുന്നില്ല. ഒരു അപ്ഡേറ്റ് കൊണ്ട് ഒരിക്കലും ഫേസ് ഐ ഡിക്ക് അങ്ങനെ ഡാമേജ് ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഞാൻ പേഴ്സണലി ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. എനിക്കറിയാവുന്ന യൂസേഴ്സിനും അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വന്നിട്ടില്ല. ഒന്നെങ്കിൽ ഈ ഒരു ഫേസ് ഐ ഡിക്ക് കംപ്ലയിൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഫോൺ താഴെ പോയിരിക്കണം, അല്ലെങ്കിൽ ഫോൺ എന്തെങ്കിലും രീതിയിൽ ഡാമേജ്ഡ് ആയിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും ഈ ഒരു കമ്പോണൻസിനകത്ത്, അതായത് ഇതിനകത്ത് ക്യാമറ മാത്രമല്ല, ഫ്ലഡ് എലിമിനേറ്റർ ഉണ്ട്, ട്രൂ ഡെപ്ത് സെൻസർ ഉണ്ട്, ഇതിലേതെങ്കിലും ഒരു കമ്പോണൻറ്റ് ഡാമേജ് ആയാൽ നമുക്ക് ഈ ഒരു സംഭവം വർക്കാകത്തില്ല. സോ ഫേസ് ഐ ഡി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇഷ്യൂ അത് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരിക്കലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടുണ്ടാകുന്ന ഡാമേജ് അല്ല, ഫിസിക്കലി ഉണ്ടാകുന്ന എന്തോ ഒരു ഡാമേജ് അത് ഡിവൈസ് അപ്ഡേറ്റ് ചെയ്ത് റീസ്റ്റാർട്ട് ആകുന്ന സമയത്തോ അല്ലെങ്കിൽ റീബൂട്ട് ആകുന്ന ടൈമിലോ ഈ ഒരു ഡിവൈസിൽ ഇൻറ്റേർണലി നടക്കുന്ന ആ ഒരു ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ടൈമിലുണ്ടാകുന്ന എന്തോ ഒരു തകരാറ് കൊണ്ടോ അല്ലെങ്കിൽ പ്രോബ്ലം കൊണ്ടോ ഉണ്ടാകുന്ന ആണ് ഈ ഒരു ഇഷ്യൂ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഒന്ന് നിങ്ങൾ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ഫ്രണ്ട് ഫേസിങ് ക്യാമറ ഓപ്പൺ ചെയ്ത് അതിനകത്ത് പോർട്രേറ്റ് മോഡ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പോർട്രേറ്റ് മോഡ് ഓപ്ഷൻ, ഈ പോർട്രേറ്റ് മോഡ് നിങ്ങൾ ഒന്ന് യൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ബ്ലർ ആവുന്നുണ്ടെങ്കിൽ അത് സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള എന്തെങ്കിലും ബഗ് ആകാം. കാരണം ഈ ട്രൂ ഡെപ്ത് സെൻസർ അത് പ്രോപ്പറായിട്ട് വർക്ക് ആകുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പോർട്രേറ്റ് മോഡ് എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആകത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വർക്ക് ആകത്തില്ല. അതോടൊപ്പം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ഫേസ് ഐ ഡി ആൻഡ് പാസ്കോഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഫേസ് ഐ ഡി ആൻഡ് പാസ്കോഡ്, ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രോംപ്റ്റ് എഴുതി കാണിക്കും ഫേസ് ഐ ഡി വർക്ക് ആകുന്നില്ല എന്നുള്ളത്. ഇത് സിമ്പിളായിട്ട് റിസോൾവ് ചെയ്യാൻ സാധിക്കും. കാരണം ആപ്പിളിൻ്റെ ഡിവൈസുകൾ റിപ്പയർ ചെയ്യുന്ന ഷോപ്പുകളിൽ ഫേസ് ഐ ഡി റിപ്പയർ ചെയ്യുന്ന സംഭവം പണ്ട് മുതലേ ഉള്ളതാണ്. സോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ സാധിക്കും. 2 ക്യാമറ, ഇപ്പോഴും ഈ ഒരു അപ്ഡേറ്റിന് ശേഷം നിങ്ങൾക്ക് ക്യാമറയിൽ എന്തെങ്കിലും സ്വിച്ച് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പം ക്വാളിറ്റി ഇല്ലാത്ത, അങ്ങനെ നോയ്സ് ഒക്കെ കൂടുതൽ കയറി വരുന്നു, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ക്യാമറ അല്ലെങ്കിൽ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുക. 2 ക്യാമറ സെറ്റിങ്സ് നിങ്ങൾ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കിടപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം ചെറിയ എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടിനെ ബാധിച്ചേക്കാം. അതോടൊപ്പം തന്നെ ഈ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, ഫോട്ടോ എടുത്തതിന് ശേഷം പ്രോസസ്സിംഗ് ടൈമിൽ ആയിരിക്കാം എന്തെങ്കിലും ബഗ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത് ക്വാളിറ്റീനെ ചിലപ്പം ബാധിച്ചേക്കാം. എന്തൊക്കെ സെറ്റിങ്സ് ക്യാമറയിൽ നിങ്ങൾ മാറ്റണം എന്നുള്ളതിനെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ, ഇതാണ് ആ വീഡിയോ, താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്കിത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഒരു അപ്ഡേറ്റിന് ശേഷമുള്ള നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് മൊബൈൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വൈഫൈ, ബ്ലൂടൂത്ത്, ഈ ഒരു അപ്ഡേറ്റിൽ ആക്ച്വലി 18.4 ആപ്പിൾ നെറ്റ്വർക്ക് അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ പ്രീവിയസിലുണ്ടായിരുന്ന പല നെറ്റ്വർക്ക് ഇഷ്യൂസും ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പാസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഡിവൈസും ആയിക്കോട്ടെ, 14, 12, 13, 15, 16 ഏതും ആയിക്കോട്ടെ, ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിംഗ്സിൽ പോവുക. ജനറൽസിൻ്റെ ഓപ്ഷനിൽ ഏറ്റവും താഴെ മുമ്പേ കാണിച്ച പോലെ റീസെറ്റ് ഓപ്ഷനിൽ പോയിട്ട് റീസെറ്റിൻ്റെ ടാബിൽ ഇവിടെ നിങ്ങൾക്ക് റീസെറ്റ് ഓൾ നെറ്റ്വർക്ക് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. നെറ്റ്വർക്ക് സെറ്റിംഗ്സ് 2ാമത്തെ ഓപ്ഷനാണത്. ഇത് ചെയ്യുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങൾക്ക് ഈ സിം ഉണ്ടെങ്കിൽ പോലും, ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു US ഐഫോണാണ്, US മോഡൽ ഐഫോണാണ്. ഇതിൽ ഈ സിം മാത്രമേ ഉള്ളൂ, ഫിസിക്കൽ സിം യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ ഇത് ഞാൻ ചെയ്തുകൊണ്ട് യാതൊരു പ്രശ്നമില്ല, ഈ സിം ഒന്നും ഡിലീറ്റ് ആയി പോകത്തില്ല. റീസെറ്റായി വരുമ്പം നെറ്റ്വർക്കിൻ്റെ സെറ്റിങ്സ് റീസെറ്റ് ആവും. അത് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക. പിന്നെ ഏറ്റവും കൂടുതലും ആസ് യൂഷ്വൽ വരുന്ന 2-3 കംപ്ലയിൻറ്റുകൾ ബാറ്ററി റിലേറ്റ് ചെയ്താണ്. അതിലൊന്ന് ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആകുന്നതാണ്. അതൊരു കംപ്ലയിൻ്റ് അല്ല, ഞാൻ ഇപ്പോഴും പറയുവാണ്, ബാറ്ററി ഹെൽത്ത് നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്ത് നടക്കത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 18.4 അപ്ഡേറ്റിനെ പറ്റിയുള്ളത്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ പെടാത്ത എന്തെങ്കിലും ഇഷ്യൂസോ പ്രോബ്ലംസോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ
കമൻറ്റായിട്ട് ഇടുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാലും മതി. ഞാൻ മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ഇതുവരെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 18.4 അപ്ഡേറ്റ് ചെയ്യുക. ഓവറോൾ പെർഫോമൻസ് ആയാലും ബാറ്ററി ആയാലും സെക്യൂരിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും നല്ല രീതിയിലുള്ളൊരു അപ്ഡേറ്റ് ആണ് 18.4. അപ്പോൾ ഇതുപോലത്തെ ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys next one. Peace.